വചനം കേൾക്കാത്ത കുറവ് നമുക്കൊരിക്കലുമില്ല. ജനിച്ച് വീഴുന്നത് തന്നെ വചനത്തിലാണ്. ചെറുകുട്ടികളായിരിക്കുമ്പോൾ മുതലേ വചനം കേട്ടുകൊണ്ടാണ് നാം ഏവരും വളർന്നു വരുന്നത്. തിരുവചനം ഏത് കഠിന ഹൃദയത്തെയും തകർക്കുവാൻ ശക്തമാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഒരുപക്ഷെ സഭയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ദൈവവചനത്തിൻ്റെ ശക്തിയും മൂർച്ചയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണ് ഇന്ന് നയിക്കുന്നതെന്ന് ആർക്കാണ് അവകാശപ്പെടാൻ സാധിക്കുന്നത്? ലോകം ദിനംതോറും വഷളത്വത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ദൈവജനത്തിന് ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടാണോ? ദൈവജനം കേൾക്കാൻ അവസരം ലഭ്യമാകാത്തതുകൊണ്ടാണോ? ഇത് തിരുസഭയുടെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല, സഭയുടെ അകത്തുള്ള ആളുകളെക്കുറിച്ചും ഏറെക്കുറെ സത്യമാണ്. എന്തുകൊണ്ടാണ് തിരുവചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാത്തത്? തിരുവചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാത്തത് നാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. തുറന്ന മനസ്സോടെ ദൈവമേ നീ എന്നോട് സംസാരിക്കണം, ദൈവമേ നീ എന്നോട് സംസാരിക്കുമ്പോൾ അനുസരിപ്പാനുള്ള വിനയം അടിയങ്ങൾക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നാം ഇരുന്നാൽ തിരുവചനത്തിലൂടെ തമ്പുരാൻ നമ്മോട് സംസാരിക്കാതിരിക്കില്ല എന്നുള്ളതിന് യാതൊരു സംശയവും. ആ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന കേൾവിക്കായി ഒരുങ്ങാം. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗമാണ് പാഠഭാഗമായി വായിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. ആ അധ്യായം മുഴുവനും ഒരുമിച്ച് വായിക്കേണ്ടതായിരുന്നുവെങ്കിൽ പോലും ഈ 2 ഭാഗം മാത്രം വായിച്ചത് 3-ാമത്തെ ഭാഗത്തിന് ഒരുപാട് നീളമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ 2 ഭാഗത്തിലൂടെ തന്നെ നമുക്ക് ആവശ്യമായ ദൂത് ലഭിക്കും എന്നുള്ളത് കൊണ്ട് കൂടെയാണ് അത് മാത്രം വായിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഏറെ പ്രത്യാശയോടുകൂടി തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. നിൻ്റെ വചനത്തിലെ മറിഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ ഞങ്ങൾക്ക് നീയാണല്ലോ വിഭാഗിച്ചു തരുന്നത്. വചനം നിൻ്റേതാണ്, അടിയങ്ങളും നിൻ്റേതാണ്. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് അനുസരിപ്പാനുള്ള വിനയവും അടിയങ്ങൾക്ക് നൽകണമേ. ആത്മാവെ ശക്തീകരിക്കണമേ. പുരുഷൻ്റെ മറവിൽ നിർത്തണമേ. നിൻ്റെ ശബ്ദം മാത്രം കേൾപ്പാൻ കൊണ്ടിടയാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയുണ്ടായി കേൾക്കണമേ. ആമീൻ. ഈ വേദഭാഗം നമുക്ക് എല്ലായ്പ്പോഴും വളരെ 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 സുപരിചിതമാണ്. സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ നാം ഈ വേദഭാഗം കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാം. യേശു കർത്താവ് പാപികളോടും ചുങ്കക്കാരോടൊപ്പം സമയം ചെലവഴിച്ചപ്പോൾ, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും പിറുപിറുത്തു. അവരുടെ മനസ്സിലിരിപ്പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഒരു ഉപമ അവരോട് പറഞ്ഞു. 3 ഉപമകളാണ് പറഞ്ഞത്. എല്ലാം അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഉപമ പറഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷങ്ങളിലെ സുവിശേഷം എന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നത്. സുവിശേഷങ്ങളിലെ സുവിശേഷം, ഗോസ്പൽ ഇൻ ഗോസ്പൽസ്. എന്താണ് സുവിശേഷം? വിശുദ്ധ വേദപുസ്തകത്തിൽ ഒറ്റ ഡെഫിനിഷൻ മാത്രമേ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് തിമോഥെയോസ് എഴുതിയ ലേഖനത്തിലാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എൻ്റെ സുവിശേഷം. അതാണ് എൻ്റെ സുവിശേഷം. സുവിശേഷം യേശുവാണ് സുവിശേഷം. എന്നാൽ പലപ്പോഴും യേശുവിൻ്റെ പഠിപ്പിക്കലാണ് സുവിശേഷം എന്നൊരു പക്ഷെ ചിന്തിക്കേക്കാം.
യേശു പഠിപ്പിച്ച ഏതാനും ചില ആശയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഇതാണ് സുവിശേഷം അല്ല, അതും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. യേശുവാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുകയും, എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, യേശു എന്താണ് ഈ ലോകത്തിൽ ചെയ്തത്, ഇതൊക്കെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം സാധ്യമായെങ്കിൽ ഫലകരമായ ക്രിസ്തീയ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. യേശു എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നത്. അതാണ് യേശുവിൻ്റെ മിഷൻ. ഇതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. രണ്ട് മിഷനോ സഭയുടെ മിഷനും ഇതിൽ നിന്ന് വ്യത്യസ്തമാകാൻ സാധിക്കുകയുമില്ല. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവ് പറഞ്ഞു, 3 ഉപമകൾ പറഞ്ഞു. 3 ഉപമകളും നമുക്ക് സുപരിചിതമാണ്. കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമ, കാണാതെ പോയ മകൻ്റെ ഉപമ. ഈ 3 ഉപമകളും കൂടെ ഒരുമിച്ച് ഒരു താരതമ്യ പഠനം നടത്തണമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഈ 3 ഉപമകളിലുമുള്ള കോമൺ ഫാക്ടർ ഒന്ന് നഷ്ടമെന്നുള്ളതാണ്. നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട ദ്രഹ്മ, നഷ്ടപ്പെട്ട മകൻ. എന്താണ് നഷ്ടമെന്ന് പറഞ്ഞാൽ? ഞാൻ നിങ്ങളോട് ഇതിനൊരു ഡെഫിനിഷൻ തരാൻ പറഞ്ഞാൽ എനിക്കൊരു 100 ഡെഫിനിഷനെങ്കിലും കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. ഒരു ടീച്ചർ തരുന്ന ഡെഫിനിഷൻ ആകണമെന്നില്ല ഒരു പട്ടക്കാരൻ തരുന്നത്. ഒരു വീട്ടമ്മ തരുന്നത് വ്യത്യസ്തമാകും, ഒരു ബിസിനസ്സുകാരൻ തരുന്നതും വ്യത്യസ്തമാകും. എന്നാൽ പൊതുവെ സ്വീകാര്യമായ ഒരു ഡെഫിനിഷനുണ്ട്. ഇതാണ്: ദ മിസ്പ്ലേസ്ഡ് വൺസ് ആർ ദ ലോസ്റ്റ് വൺസ്. ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടതാണ്, ആയിരിക്കേണ്ട വിധത്തിലായിരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടതാണ്. ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടതാണ്, ആയിരിക്കേണ്ട വിധത്തിലായിരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടതാണ്. എന്നാൽ വാട്ട് ഈസ് ദ മിഷൻ? ഇരിക്കേണ്ടതിനെ ഇരിക്കേണ്ടിടത്ത് ഇരുത്തുകയും രൂപവും ഭാവവും നഷ്ടപ്പെട്ടതിനെ രൂപവും ഭാവവും തിരിച്ചു നൽകുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് യേശു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഇതിനെ 2 വിധത്തിൽ കാണാനായിട്ട് നമുക്ക് കഴിയും. ദൈവം സ്വന്തം സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്വരൂപവും ഭാവവും ജീവനും നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യത്തെ കുടുംബം കണ്ടപ്പോഴും കർത്താവ് പറഞ്ഞു, ഇറ്റ്സ് ഗുഡ്, പെർഫെക്റ്റ്. ഓരോ സൃഷ്ടി കഴിയുമ്പോഴും തമ്പുരാൻ അങ്ങനെ പറയുന്നുണ്ട്. താളാത്മകമായി സൃഷ്ടിച്ച മനുഷ്യൻ. When God created this world, God created the first family. It was perfect and it was in order. എന്നാൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ കിടന്ന് പിടപ്പിച്ചു. ദൈവം അസ്വസ്ഥനായി. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് നാം പറയുക, ജീസസ് ഈസ് ദ ഗ്രീഫ് ഓഫ് ഗോഡ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയാണ് യേശു. ജീസസ് ഈസ് ദ ഗ്രീഫ് ഓഫ് ഗോഡ്. സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവതേജസ്സോട് സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം കിടന്ന് പിടച്ചു, അസ്വസ്ഥനാക്കി. പ്രിയ സ്നേഹിതരെ, യേശുവിലൂടെ നഷ്ടപ്പെട്ട ദൈവതേജസ് നൽകുവാനായി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ തൻ്റെ ജീവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പണയപ്പെടുത്തി, നമ്മെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി. ദൈവത്തിന് മനുഷ്യനെ, ലോകത്തെ വീണ്ടെടുപ്പാൻ ചെയ്യാവുന്നതെല്ലാം തന്നെ ദൈവം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഈ ദൈവതേജസ് വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് ഉറപ്പോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്.
ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഞാൻ ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഈ നഷ്ടപ്പെട്ട ദൈവതേജസ് എന്നിൽ ദൈവം എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്, ഞാനിതൊരു ദൈവ പൈതലാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടും ജനനം പ്രാപിച്ചവനാണ്, ഇത് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ സാക്ഷിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കാത്ത ഏവരും നഷ്ടപ്പെട്ടവരാണ്, ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തവരാണ്. ദൈവതേജസ്സോട് ജീവിക്കുവാനായി ദൈവം ആഗ്രഹിച്ച് സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അതിന് പ്രതിവിധിയായി പുത്രനെ നൽകിയിട്ടും അത് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ യു ആർ എ ലോസ്റ്റ് വൺ, നഷ്ടപ്പെട്ടവനാണ്, ആയിരിക്കേണ്ട വിധത്തിലായിരിക്കാത്തവനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ സാക്ഷിക്കാൻ സാധിക്കുമോ? യേശുവാണ് എൻ്റെ എല്ലാം, യേശു എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ ദൈവം, എല്ലാം 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 ഈ തമ്പുരാനാണ്. അവനിലൂടെ സാധ്യമാക്കി തീർത്ത രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നവനാണെന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ സാക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം നഷ്ടപ്പെട്ടവരാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആരെങ്കിലും ഇവിടെ ആ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളി വീരണം, എൻ്റെ തമ്പുരാനെ, ആ നഷ്ടപ്പെട്ട ദൈവതേജസ് നിൻ്റെ പുത്രനിലൂടെ തരുവാൻ നിനക്ക് മനസ്സുണ്ടല്ലോ, അതെനിക്ക് വേണം കർത്താവേ. ഇത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിലവിളിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഈ കൺവെൻഷൻ അർത്ഥവത്താണ്. കൺവെൻഷൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിലവിളിക്കണം, യേശുവേ, ആ ജീവൻ എനിക്ക് തരണം, എനിക്ക് ആ പുതുജീവൻ നൽകണം, വീണ്ടെടുപ്പിൻ്റെ സന്തോഷം എനിക്ക് നൽകണമെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളിക്കണമെന്ന് ഞാൻ വളരെ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. ആ അനുഭവത്തിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് കടന്നു പോകാൻ ഇടയാകാൻ പാടില്ല. പിന്നെ എന്തിന് നാം കൺവെൻഷൻ നടത്തണം? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവമാണത്. വീണ്ടെടുപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളത്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു പറയുമ്പോൾ തന്നെ നാം നഷ്ടപ്പെട്ടവരാകുവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ദൈവം തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. God has got a general purpose about his creation. അവൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഓരോന്നിനെക്കുറിച്ചും ദൈവത്തിന് പെർട്ടിക്കുലറായ ഒരു ഉദ്ദേശമുണ്ട്. എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം വിവേചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നാം നഷ്ടപ്പെട്ടവരാണ്, ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തവരാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് ഒരുപക്ഷെ നാം സാക്ഷിക്കുമായിരിക്കും. എന്നാൽ ദൈവം എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അത് ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനായി എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാം നഷ്ടപ്പെട്ടവരാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ഈ അവസരത്തിൽ ഉപയോഗിക്കട്ടെ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കും മുതലേ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാറ്, കർത്താവേ, എനിക്കൊരു ഡോക്ടറാകണം. എന്താ ഡോക്ടർ എന്നൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം ഇല്ലാത്തപ്പോൾ മുതലേ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്, ഡോക്ടർ. അതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ സ്വപ്നമാണ് ഡോക്ടറാകണം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ഇത് എൻ്റെ സ്വപ്നം. ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷവും ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഒരു യവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനയോഗം നടക്കുകയാണ്. ആ ധ്യാനയോഗം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഡോക്ടറാകണം, എൻജിനീയറാകണം, നേഴ്സാകണം, IAS ആകണം, വാട്ട് എൽസ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അദ്ദേഹം പറയാണ്, നിങ്ങൾ യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? യു ഹാവ് നോ റൈറ്റ് ടു പ്രേ ലൈക്ക് ദാറ്റ്.
അപ്പോൾ ഞാനെൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇയാൾ എന്നെ വട്ട് പറയുന്നത്. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ എല്ലാം 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 ആണെങ്കിൽ ഈ തമ്പുരാനോട് ഇതെല്ലാം ചോദിച്ചു വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അല്ലേ, സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഞാനെൻ്റെ മനസ്സിൽ പറഞ്ഞു അങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചിലരെങ്കിലും ഇങ്ങനെ പറയുന്നവരുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിൽ പറഞ്ഞതുപോലെ പറയുന്നവരുണ്ടെന്ന് എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹം അതേ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ യാതൊരു അവകാശവും ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയാകണം: കർത്താവേ, അടിയനിതാ കൽപ്പിച്ചാലും, കർത്താവേ നീ പറഞ്ഞോ ഞാൻ അനുസരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതല്ലേ കുറേ കൂടെ ശരി. ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റി, ഞാൻ പ്രാർത്ഥന ഇങ്ങനെയാക്കി: എൻ്റെ കർത്താവേ, എനിക്ക് ഡോക്ടറാണെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ടെന്ന് സത്യമാണ്, എന്നാൽ സാരമല്ല കർത്താവേ, നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ എല്ലാം. കൽപ്പിച്ചാലും ഒരു തൂപ്പുകാരനാകാൻ നീ എന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചോളാം. പ്രിയ സ്നേഹിതരെ, ഇന്ന് ഈ വേദോത്സവം പിടിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാനിടയായതിൽ ഞാൻ ഏറെ സന്തുഷ്ടനും ആ ദിവസമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് കാരണം ഒരു സഫർഗൻ മെത്രാപ്പോലിത്ത ആയി എന്നുള്ളത് കൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറം ഈ വേദപുസ്തകം പിടിച്ച് നിങ്ങളുടെ മുൻപിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം അവസരം ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുക. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അത് വിവേചിക്കുവാനും അതിന് പൂർണ്ണമായി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാനും നാം തയ്യാറാകണം. നാം പലപ്പോഴും അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് നാം തയ്യാറാകുക. അതിന് നമുക്കൊരു അവകാശമില്ലെന്നേ. പലപ്പോഴും നമ്മുടെ സാക്ഷിയോഗം കേട്ടാൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഞാൻ സാക്ഷി പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് 2 പെൺപിള്ളേരായിരുന്നു, എനിക്കൊരു ആൺകുഞ്ഞു കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞ് വളർന്നപ്പോൾ അവൻ തലതിരിക്കും. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് ഇത് എന്ത് കണി കാണിച്ചേ? കർത്താവ് പറഞ്ഞു, എനിക്കറിയാമായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ തരാഞ്ഞേ, ചോദിച്ച് വാങ്ങിച്ചാലേ, അനുഭവിക്കുക അങ്ങോട്ട്. കർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ നമുക്കെന്താണ് അവകാശം? കർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ നമുക്ക് അവകാശമുണ്ടോ? നമുക്ക് ചെയ്യേണ്ടത്, തമ്പുരാൻ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത്? ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കളെക്കുറിച്ചൊരു സ്വപ്നമുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും നിങ്ങളുടെ സ്വപ്നം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊരു ജോലിയേ ഉള്ളൂ: ദൈവമേ, നീ എനിക്ക് ദാനമായി തന്ന പൈതങ്ങളെ ഓർത്ത് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവമേ, ഇവനെന്താകണം, ഇവളെന്താകണം എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് അറിയുകയും വേണ്ട. എന്നാൽ നിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ മക്കളിൽ നിർവഹിക്കപ്പെടണം. എൻ്റെ ഭവനത്തിൽ നിൻ്റെ ഇഷ്ടമല്ലാതെ ഒന്നും സംഭവിക്കരുത്. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാണെന്ന് മറന്നു പോകരുത്. നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നാം നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെ ആകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. നാം ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തിടത്തോളം കാലം നമുക്കൊന്നും തമ്പുരാന് വേണ്ടി ചെയ്യാനൊക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുമായിരിക്കും. വി കനോട്ട് ഡു ദ ബെസ്റ്റ് ഫോർ ദ ലോർഡ്. ഏറ്റവും നല്ലത് തമ്പുരാന് വേണ്ടി ചെയ്യണമെങ്കിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് തന്നെ ഞാനാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തമ്പുരാന് വേണ്ടി നിർവഹിക്കാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത്. പ്രിയ സ്നേഹിതരെ, എന്ന് സാധിക്കണം. ഞാൻ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഞാൻ നഷ്ടപ്പെട്ടവനാണോ? എനിക്ക് നഷ്ടപ്പെട്ട ദൈവതേജസ് ക്രിസ്തുയേശുവിൽ കൂടെ എനിക്ക് തിരിച്ച് ലഭ്യമായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു എന്ന് ഉറപ്പ് വരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിലവിളിക്കണം: യേശുവേ, എനിക്ക് അത് തരണമേ, തിരിച്ചു നൽകണമേ എന്ന് തനിസന്നിധി നിലവിളിക്കണം. 2, നാം രക്ഷിക്കപ്പെട്ടവരാണെന്നെങ്കിൽ തന്നെ
എവിടെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അത് ഡിസൈൻ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കുവാൻ സാധിക്കണം. നമ്മുടെ സ്വപ്നമോ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നം ഇതൊന്നുമല്ല, അതിനൊന്നും അവിടെ പ്രസക്തിയില്ല. തമ്പുരാൻ്റെ ഇഷ്ടം, അതാണ് എൻ്റെ ഇഷ്ടം. അവിടെ ആയിരിക്കുമ്പോഴാണ് കർത്താവ് സന്തോഷിക്കുകയും നമ്മെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതിന് നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? രണ്ടാമത് കോമൺ ഫാക്ടർ, ഗ്രീഫ് ഇൻ ദ ലോസ്. നഷ്ടത്തിൽ ദുഃഖിക്കുന്ന ഉടയവൻ. നമ്മൾ ആ മൂന്ന് ഭാഗം ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 99 ആടുമുള്ള ആട്ടിടയൻ അവയെ വിട്ടേച്ച് നഷ്ടപ്പെട്ട ഒരാടിനെ തേടി കണ്ടുകിട്ടും വരെയും അന്വേഷിക്കാതിരിക്കുമോ? അവൻ്റെ ഹൃദയത്തിൻ്റെ ആ വ്യഥ, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വ്യഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. 2, ഈ ദ്രഹ്മ എന്ന് പറഞ്ഞ് 10 ദ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് വിവാഹിതരായ സ്ത്രീകൾ നെറ്റിയിൽ കെട്ടുന്ന ഒരു ആഭരണമാണ്. അപ്പോൾ വിവാഹിതരാണോ അല്ലയോ, നമ്മുടെ കഴുത്തിൽ താലി കിട്ടുന്ന പോലെ. അപ്പം ഇത് നെറ്റിയിലിങ്ങനെ കെട്ടും. ഇതിൽ നിന്ന് ഒന്നാണ് പോയത്. അതിനാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല, ഒരു ദിവസത്തെ കൂലിക്കാശേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അതിന് വില. എന്നാൽ അതിലൊന്നാണ് നഷ്ടപ്പെട്ടത്. അതിലൊന്ന് പോയപ്പോൾ ഈ സ്ത്രീ എന്തിനാ ഇത്രമാത്രം ദുഃഖിക്കുന്നത്? ഒരു ദിവസത്തെ പണിക്ക് പോയി കിട്ടുന്ന ആ കാശെടുത്ത് വിളക്കി ചേർത്താൽ പോരെ അല്ലേ? പക്ഷെ ഇത് കണ്ട് മനസ്സിലാവും ഏതാ ഇത് വിളക്കി ചേർത്തതാണ്. ഇത് അവളുടെ പാതിവൃത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സമൂഹം പറയും അവൾ പതിതയായി തീർന്നിരിക്കുന്നു. അവളുടെ ദുഃഖം മനസ്സിലായോ? ഇത് നെറ്റി അവിടെ തന്നെ തിരിച്ചു കിട്ടണം, പോയത് തന്നെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അത് അവളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീ കാണിച്ചത് എന്ത് പാടപ്പെടുന്നത്. ഷീ ലൈറ്റഡ് എ ലാമ്പ് ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഷീ സെർച്ച്ഡ് ടിൽ ഷീ ഫൗണ്ട്. കണ്ടുകിട്ടും വരെയും വിളക്ക് കത്തിച്ച് അടിച്ച് വാരി അത് കിട്ടും വരെയും അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലെന്നേ അവളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള അവളുടെ ഹൃദയത്തിൻ്റെ വ്യഥയെക്കുറിച്ചാണത് കാണുക. രണ്ടാമത്തെ 3 അപ്പനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 2 മക്കളിൽ 1 പോയ, 10 മക്കളിൽ 1 പോയാലുള്ള വ്യഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന അപ്പനും അമ്മയോടും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൻ കിടന്ന് ഓടി നടന്നില്ലെന്നേ ഉള്ളൂ. അപ്പൻ്റെ കണ്ണു മുഴുവനും റോട്ടിലേക്കാണ്, അവൻ തിരിച്ചു വരും എന്നുള്ള പ്രത്യാശയോടെ കാത്തിരിക്കും. അപ്പൻ്റെ ഹൃദയം കിടന്ന് പിടച്ചതും വേദനിച്ചതും നാം ആ ഭാഗത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും വിലയുള്ളത് എന്താണ്? ഒരു സാധനത്തിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്ന ഘടകം എന്താണ്? സാധാരണ ആ സാധനം നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തോട് ബന്ധപ്പെട്ടാണ് അല്ലേ? ശരിയല്ലേ? ഒരു സാധനം നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തോട് ബന്ധപ്പെട്ടാണ്. സാധാരണ നമുക്ക് കോസ്റ്റ്ലി തിങ്സ് ആർ വാല്യുബിൾ ടു അസ്. വില കൂടിയ സാധനമാണ് നമുക്ക് കൂടുതൽ വിലയുള്ളത് എന്ന് തോന്നുന്നു. സാധാരണ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 സാരി ഉണ്ടെന്നിരിക്കട്ടെ. ഒരു സാരിക്ക് 5000 രൂപ വില, ഒരു സാരിക്ക് 1000 രൂപ വില. ഇതിലേത് സാരി നഷ്ടപ്പെടുമ്പോഴാണ് കൂടുതൽ വേദന? മറുപടി വളരെ കൃത്യമാണ്. 5000 രൂപയുടെ സാരി വെക്കുമ്പോൾ പോയാൽ നമുക്ക് ഏറ്റവും വേദന. അതിപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കോസ്റ്റ്ലി തിങ്സ് മെ നോട്ട് ബി വാല്യുബിൾ ഓൾവേസ്. അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. സാധാരണ അങ്ങനെയാണ്. കോസ്റ്റ്ലി തിങ്സ് ആർ വാല്യുബിൾ ടു അസ് എന്നെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഈ കത്തി 1000 രൂപയുടെ മന്ത്രകോടിയായിരുന്നെങ്കിലോ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട കർത്താവ് എൻ്റെ ദേവാലയത്തിൽ വെച്ച് എനിക്ക് തന്ന ആദ്യത്തെ വസ്ത്രമാണ്. ആദ്യത്തെ വസ്ത്രം. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ സൂക്ഷിച്ച് വച്ചിരിക്കുക എന്നാണ് പറയണേ. മരിക്കുമ്പം പതിപ്പിച്ചാണ് വിടുന്നത് സാധാരണ. കാരണം ഈ മന്ത്രകോടി 50 വർഷം കഴിഞ്ഞാലും സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. ഉടുക്കാൻ പറ്റില്ല, എങ്കിലും മരിക്കുമ്പോൾ അത് ഇട്ടേച്ചാ പോണേ എന്നാണ് പറയുന്നത്. അത്രമാത്രം വിലമതിപ്പുണ്ട് അതിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോസ്റ്റ്ലി തിങ്സ് മെ നോട്ട് ബി വാല്യുബിൾ ഓൾവേസ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, വെറുതെ ഒരു ഉദാഹരണം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ താലി ഇങ്ങോട്ട് തന്നാൽ ഞാൻ 10 പവൻ തരാം. ചിലരൊക്കെ കയ്യും ഞാൻ പറഞ്ഞിട്ടില്ല, തരാമെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ വിറ്റാൽ പോലും കിട്ടത്തില്ല പിന്നെ അല്ലേ? എന്നാൽ എനിക്കിത് കൃത്യമായിട്ടറിയാം എന്താണ്
ആരാധന കഴിഞ്ഞാൽ രഹസ്യമായിട്ടെങ്കിലും 10 താലിയെങ്കിലും കിട്ടും, ഒരു സംശയമില്ല. കാരണം ഇതിന് എന്നാ വിലയുണ്ട് അല്ലേ? ഒരു ഗ്രാം പോലും തൂക്കമില്ല, ഉണ്ടോ? ഒരു ഗ്രാം പോലും തൂക്കമില്ല. 10 പവൻ കിട്ടിയ അതുകൊണ്ട് തന്നെ ഒരു മാല ഇടാണ്ടാക്കുക. എന്നാൽ ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഇത് പറിച്ചു വെച്ചിരിക്കുക എന്നാണ് പറയണേ. കൊച്ചമ്മമാരുൾപ്പെടെ പറിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നത്. എനിക്കറിഞ്ഞൂടെ, ഞാനിത് എവിടെയാണ് കെട്ടിയിരിക്കുന്നത് നോക്കാൻ പറ്റത്തില്ലല്ലോ. നെറ്റിയിലാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കാണാൻ. അപ്പോൾ ഇങ്ങനെ ഇത് പറിച്ചു വെച്ചിരിക്കുക. കാരണം സാരി മാറുമ്പോൾ ഒപ്പം മാറാൻ പറ്റിയ സ്ഥലമെന്നാണ്. അതുകൊണ്ടാണ് ഈ ആൾക്കാരെയും കൂടെ ഇങ്ങനെ മാറുന്നത്. അത്രേ വിലയുള്ളൂ. ഈ വീട്ടിലെ പ്രശ്നം ഇതെൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം തന്നതാണിത്. അല്ല, അതല്ലേ തന്നേ? മോതിരം അച്ഛനിട്ട് തന്നേ. നിങ്ങളുടെ കഴുത്തിൽ ആദ്യം കെട്ടിത്തന്നത് ആരാ? ഭർത്താവ് കെട്ടിത്തന്ന സാധനം എന്നാ? ഈ 1 ഗ്രാമാണ് തന്നേ. അല്ല, ഇതല്ലേ കെട്ടി കഴുത്തിൽ തന്നേ. പിന്നെ ഇതിനത് പറിച്ച് കളയുന്നേ. അങ്ങേരെ ഇങ്ങനെ മുറുത്ത് ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ മതി, ഉയർത്തി കാണിച്ചു കൊടുത്താൽ മതി. ഏതാണ്ട് ഈ ഫെമിനിസ്റ്റ് പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ പറഞ്ഞു, നിങ്ങളെ താലി കൊണ്ട് കെട്ടിയിട്ടിരിക്കുക എന്നൊക്കെ പറയും. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട്. എന്താ ഈ താലിയെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. അവർക്ക് കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തോട് പറയണം, നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അടുത്താ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അയാൾ ഉടനെ ഒതുങ്ങും. കാരണം എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് അങ്ങേര് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ വെച്ചിരിക്കുന്നതെന്ന്. എനിക്കെന്തറിയാം, വീട്ടിൽ ചെന്ന ആദ്യം കുറേ സ്ത്രീകളെങ്കിലും താലി തപ്പും, ഒരു സംശയമില്ല. കാരണം ഇതൊക്കെ ഊരി എവിടെയോ ഉണ്ടെന്നറിയാം. അതല്ല ഞാൻ പറയാൻ വന്നതിൻ്റെ അർത്ഥമല്ല. എന്നാൽ ഇവിടെ പ്രായമായ കുറച്ച് അമ്മമാർ പറയും, എൻ്റെ തിരുമേനി എന്നെ ഇട്ട് മൂടാൻ സ്വർണം തന്നാലും ഇത് കിട്ടില്ല തിരുമേനി. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ ദേവാലയത്തിൽ വെച്ച് പട്ടക്കാരുടെ സാന്നിധ്യത്തിൽ മുഖ്യ കാർമ്മികനും മറ്റൊരു എല്ലാം വാഴ്ത്തിയിട്ട് എൻ്റെ കഴുത്തിൽ കെട്ടി തന്നതാ പള്ളിയിൽ വെച്ച്. ഇത് ഞാൻ മാറ്റാൻ പോകുന്നതാണോ തിരുമേനി വിചാരിച്ചത്? ഇതിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല തിരുമേനി. എന്നെ ഇട്ടുമൂടാൻ സ്വർണം തന്നാലും കിട്ടില്ല. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതാണ് അതിൻ്റെ കാര്യം. ഞാൻ ഈ താലിയെക്കുറിച്ചൊന്നും പറയാനല്ല, ഞാൻ അത് പറയാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വിലയുള്ളതാണോ? ദൈവത്തിന് തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ വിലയുള്ളതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് വിലയുള്ളത് എന്താണ്? നമുക്ക് വിലയുള്ളത് സമ്പത്താണ്, സ്ഥാനമാനങ്ങളാണ്, വസ്തുവകകളാണ്. എന്നാൽ ദൈവത്തിന് വിലയുള്ളത് ദൈവം സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനാണ്. ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടത് കാണുമ്പോഴാണ് സ്വർഗം കിടന്ന് പിടയ്ക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്നത്. സുവിശേഷ വേലയായി തീരണമെങ്കിൽ ഈ പിടപ്പ് നമുക്കുണ്ടാകണം. നഷ്ടപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പിടയ്ക്കാത്തതാണ് സുവിശേഷ വേല അർത്ഥമില്ലാത്തതായി തീരുന്നത്. അല്ലേ? അതാണ് നമുക്കെന്താ, അവനതല്ലേ കള്ളു പിടിച്ച് നടന്നത്, എനിക്കെന്താ, എവിടെയെങ്കിലും പോട്ട്. സ്വർഗം വിലമതിക്കുന്നതാണ്. അല്ലേ? പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗത്തിന് വിലയുള്ളത് എനിക്ക് വിലയുള്ളതാകണം. സ്വർഗത്തിന് വിലയുള്ളത് എനിക്ക് വിലയുള്ളതാകുമ്പോഴാണ് സുവിശേഷ വേലയായി തീരുന്നത്. അതിലപ്പുറമായി എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാകണം. ഈ നഷ്ടപ്പെട്ടു പോയതിനെ കാണാതിരുന്നാൽ അതിൻ്റെ നിലനിൽപ്പാണ്. സമൂഹത്തിൽ ഞാൻ തള്ളപ്പെടും. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കയ്യും തലകുനിച്ച് അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഗതികേടുണ്ടാകരുത്. ദൈവത്തിന് വിലയുള്ളത് നമുക്ക് വിലയുള്ളതായിട്ട് തീരണം. നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് നമ്മുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർ വിലയുള്ളതാണെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധ്യമായിട്ട് തീരുന്നത്? അവർ വിലയുള്ളതാണ്.
വിലയുള്ളതിനെ കാണാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമാണ്. കുട്ടികളെ മാമോദീസ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ സഭ ഒരു കാര്യം നിങ്ങളോട് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. എന്താണ്? നിങ്ങൾ ക്രമമായി പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പൈതൽ വളർന്നു വരുന്നതനുസരിച്ച് കർത്താവായ യേശു മിശിഹായുടെ വിശ്വാസത്തിലും സഭയുടെ ഉപദേശത്തിലും ഈ പൈതലിനെ നീ വളർത്തണം. ഈ പൈതൽ വളർന്ന് നീ എല്ലാ കാര്യങ്ങളിലും മാതൃകയാകണം. ഈ പൈതൽ വളർന്ന് സ്വയമായി സാത്താനെ ഉപേക്ഷിക്കുന്നു, മെസ്സിയായെ കൈക്കൊള്ളുന്നു എന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ ഈ പൈതലിനെ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ? ആ മാമോദീസ കഴിയുമ്പോൾ ഇതൊക്കെ ആരാ ഓർക്കുന്നത്? നിങ്ങളുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് ഓർത്തില്ലെങ്കിലും വല്ലവൻ്റെ കൊച്ചിൻ്റെ മാമോദീസ കഴിയുമ്പോഴെങ്കിലും അവരോട് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് മാത്രം. ഇപ്പോൾ നാം ഈ കുഞ്ഞുങ്ങളെ വിലയുള്ളതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, നമുക്ക് എത്ര വിലയൊന്നുമില്ല. നാം ഈ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്നുണ്ട്, എന്നാൽ യേശുവുള്ള കുഞ്ഞുങ്ങളായി വളർത്തുന്നില്ല. രണ്ടും രണ്ടല്ല, ഒന്നാണ്. പലപ്പോഴും നാം ഒന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്. നന്നായി കുഞ്ഞുങ്ങളെ വളർത്താനല്ല കർത്താവ് നിങ്ങളോട് പറഞ്ഞ്, യേശുവുള്ള കുട്ടിയെ വളർത്താനാണ്. പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നു, അല്ലേ? സഭ പറഞ്ഞത് ഈ കുഞ്ഞ് പ്രായമാകുമ്പോൾ സ്വയമായി പറയണം, യേശു എൻ്റെ കർത്താവ്, രക്ഷിതാവ്, എൻ്റെ ദൈവം, എൻ്റെ എല്ലാം ആകുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ വളർത്തക്കണം. നിങ്ങൾ വിചാരിക്കുന്നു ആദ്യ കുർബാനയ്ക്ക് അതല്ലയോ ചെയ്യുന്നത്? ശരിയാണ്, ആദ്യ കുർബാനയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ പേടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ ഇത് അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളതാണോ? 15 വർഷക്കാലം ഞാൻ ചോദിക്കട്ടെ മാതാപിതാക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മക്കൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? ആർക്കതിനൊക്കെ നേരം? തിന്നാൻ കൊടുക്കുന്നില്ലേ? പഠിപ്പിക്കുന്നില്ലേ? സഭ പറഞ്ഞത് ഇതാണ്, അവർ യേശുവുള്ള കുട്ടികളായി വളരണം. അതിന് അപ്പനോടും അമ്മയോടുമാണ് പറഞ്ഞത്. അവരോട് പറയണം, അവരെ ആ വിധത്തിൽ വളർത്തണം. ആര്? നിങ്ങളൊരു പക്ഷേ പറയും, അതിനല്ലയോ അച്ഛന്മാർ, അല്ലല്ലോ സൺഡേ സ്കൂൾ, വേറൊന്ന്. ഇതൊക്കെ ഞങ്ങളുടെ പണിയല്ല, നിങ്ങളുടെ പണിയാണ്, നിങ്ങളുടെ പണിയാണ്. ഞാൻ കൊട്ടാരക്കര ഞാൻ ചെങ്ങന്നൂർ ചാർജ് എടുത്തപ്പോൾ അവിടുത്തെ യുവജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് 16 സ്ഥലത്ത് വെച്ച് ഞാൻ ഈ കുട്ടികളെ കൂട്ടി പല സ്ഥലങ്ങളിലായിട്ട്, പല പള്ളികളിൽ വെച്ച്. ഞാൻ എല്ലായിടത്തും ഒരു സ്ഥലത്തോട്ട് കൂട്ടണ്ട, ഞാൻ അങ്ങ് പോയിക്കൊള്ളാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏവറേജ് ഒരു 80 കുട്ടികളുണ്ടായിരുന്നു. ഏവറേജ് കൂടുതലുണ്ടായിരുന്നു, കുറവുണ്ട്. അവർ ഇൻ്ററാക്റ്റീവ് സെഷൻ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അവരോട് ചോദിച്ചു. അവസാനം എല്ലാം ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. ആദ്യത്തെ ചോദ്യവുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും, നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള എത്ര വീടുണ്ട്? എത്ര കൈ പൊങ്ങി കാണും? 6 കൈ. ഒരു വീട്ടിൽ നിന്ന് 2 പേരുണ്ടാവുമോ എനിക്കറിഞ്ഞൂടാ. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. കർത്താവേ കൈ പൊക്കാൻ പറയല്ലേ, കൈ പൊക്കാൻ പറയല്ലേ, കൈ പൊക്കാൻ പറയും, അല്ലേ? ഇത് ചെങ്ങന്നൂരത്തെ കഥയൊന്നുമല്ല, ചുങ്കത്തറയിൽ ഇത് തന്നെയാണ് കഥ എന്ന് എനിക്കറിയാം. മാർത്തോമാ സഭയുടെ പരിച്ഛേദമാണ്. ഇത്തിരി കൂടുതലൊക്കെ വീട്ടിൽ കാണുമായിരിക്കും. പ്രിയ മാതാക്കളെ, നിങ്ങൾ ഉഴപ്പൊന്നുകൊണ്ടാണ് വീട്ടുപ്രാർത്ഥന നടക്കാത്തത്. നിങ്ങൾ വിചാരിക്കാത്ത വീട്ടുപ്രാർത്ഥന നടക്കില്ല. പുരുഷൻ ഉഴപ്പിയാലും അമ്മ വിചാരിച്ചാൽ അവിടെ വീട്ടുപ്രാർത്ഥന നടക്കും. പണ്ടത്തെ പോലെ നിങ്ങളുടെ ചെറുപ്രായത്തിലുള്ള 2 മണിക്കൂർ വീട്ടുപ്രാർത്ഥനയൊന്നും വേണ്ടെന്നേ. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും വേണം, 15 മിനിറ്റെങ്കിലും. ഈ മക്കളെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിങ്ങളെ സഭയേൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ അത്? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്കെവിടെ നേരം, അല്ലേ? എവിടെ നേരം? ഇത് നിങ്ങൾ നിർവഹിക്കണം. ഞാൻ രണ്ടാമത്
പറഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉത്തരവാദികളല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ട്? കൈ എത്ര പൊങ്ങി കാണും? 7. ഒരു കൈയും കൂടെ പോയി. ഇവരങ്ങ് യുവജനസഖ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് നിറഞ്ഞു കിടക്കുക എന്ന് ഓർത്തോണം. എത്ര പിള്ളേരാണ് മുമ്പിലുണ്ട് എല്ലാ കാര്യം ചെയ്യാൻ. ചാവാൻ പോലും നിൽക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി ചാവാൻ പോലും നിൽക്കുക. വേദപുസ്തകം വായിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഇല്ലെന്നേ. പ്രാർത്ഥിക്കുന്നവനും ചോദിച്ചപ്പോൾ അതുമില്ല. എന്തൊരു കഷ്ടമാണ്. ആരാണതിൻ്റെ ഉത്തരവാദി? നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചെറുപ്രായത്തിൽ അവരെ പഠിപ്പിച്ചത് ഇങ്ങനെയല്ലേ? പല്ല് തേക്ക്, വേദപുസ്തകം പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് എന്ന് പറയും. പല്ല് തേച്ചിട്ട് പോകാം ചായ തരണമെങ്കിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വേദപുസ്തകം വായിച്ചിട്ടാണോ വന്നേ, പ്രാർത്ഥിച്ചിട്ടാണോ വന്നേ, അപ്പോഴേ ചായ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ? ഇതിനൊക്കെ എവിടെ നേരം? ഇതൊക്കെയാണോ നമ്മുടെ ജോലി? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. പ്രിയ സ്നേഹിതരെ, അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിലവിളിച്ചിട്ട് എന്ത് ഗുണം? ഒരു ഗുണമില്ല. എനിക്ക് സൺഡേ സ്കൂൾ അധ്യാപകരോട് ചോദിക്കാൻ, 15 വർഷം ഈ കുട്ടികൾ നിങ്ങളുടെ കയ്യിലൂടെ പോകുന്നുണ്ട് ഇല്ലയോ? മിനിമം 15 വർഷം. പിന്നെയും അപ്പോഴത്തേക്കും +2 കഴിയും. അപ്പോഴത്തേക്കും പഠിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോകും. നിങ്ങൾ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്വാർട്ടർലി എക്സാമിനേഷനുണ്ട്, മോഡൽ എക്സാമുണ്ട്, എന്തെല്ലാം പരിപാടിയുണ്ട്. 98% മാർക്കും അവർ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് സൺഡേ സ്കൂൾ അധ്യാപകൻ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെട്ടത്? കം ടു ജീസസ് ആൻഡ് ബ്രിങ് എവരി വൺ ടു ജീസസ്. അത് മറന്നു. ആ പണി മാത്രം മറന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുട്ടി അവനെ യേശുവിനെ എല്ലാമായി കാണുന്നുവെന്ന് അവനെ പഠിപ്പിക്കുവാൻ എന്തേ അധ്യാപകരെ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു? എന്തുകൊണ്ട്? അവിടെ ചെല്ലുമ്പോൾ തമ്പുരാൻ ചോദിക്കും, എനിക്ക് വിലയുള്ള ഈ മക്കളെ നിൻ്റെ കയ്യിൽ തന്നിട്ട് നീ സൺഡേ സ്കൂൾ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് നടന്നില്ലേ? എന്നിട്ട് എന്നാ ഗുണം? എവിടെ അവർ? ഇതിന് മറുപടി കൊടുക്കുവാൻ നമുക്ക് ബാധ്യസ്ഥരാണ് ഇല്ലേ? ബാധ്യസ്ഥയില്ലേ? സൺഡേ സ്കൂൾ ടീച്ചർമാരും മാത്രമല്ല, അപ്പനും അമ്മയും ബാധ്യസ്ഥനാണ്. എവിടെ? തലകൂലിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടാവും. തമ്പുരാനോട് പറയും, കർത്താവേ, ഞങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നാണ് എൻ്റെ വിചാരം. ഇടവകയുടെ സെക്രട്ടറിയാണ്, ക്രിസ്ത്യാനി സമിതി അംഗമാണ്, മണ്ഡലം മെമ്പറാണ്, പിന്നെ എന്തൊക്കെ വേണം, എല്ലാം ഉണ്ട്. കൺവെൻഷന് വേണ്ടി എത്ര രാത്രി അധ്വാനിച്ചു. പോടാ പോകുമെന്ന് പറഞ്ഞു. അടുത്ത കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന, അസ്വസ്ഥരാക്കിയൊരു വാക്യമുണ്ട്. ഏതറിയോ? ഇപ്രാവശ്യം മാരാമൻ കൺവെൻഷൻ അതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ വാക്യം ഇതാണ്, മത്തായി സുവിശേഷം 7-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യം കാണുന്നത്. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ, ഞങ്ങൾ പ്രവചിച്ചില്ലയോ? പിന്നെ രോഗസൗഖ്യം നടത്തിയില്ലോ? കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അല്ലേ? നമുക്ക് ഒരുപാട് നീണ്ട ലിസ്റ്റൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ പറയാനുണ്ടാവും. കർത്താവ് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ. എന്തുകൊണ്ട്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കാത്തതുകൊണ്ട്. അതാ കർത്താവ് പറഞ്ഞു. ദൈവത്തിന് വിലയുള്ളതിനെ കയ്യിൽ തന്നിട്ട് എന്തേ നാം ഇങ്ങനെ നിഷ്ക്രിയരായിട്ടിരിക്കുന്നു? പോരാ, എല്ലാ കുട്ടികളും തലമുറകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിന് നമുക്ക് ജീവിച്ചിട്ടെന്നാ കാര്യം? അല്ലേ? തലമുറകളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തു ഗുണം? ഇനി മൂന്നാമത്തെ കോമൺ ഫാക്ടർ അന്വേഷണമാണ്. സെർച്ച്. 3 കാണാം അല്ലേ? ആട്ടിടയൻ എല്ലാം വിട്ട് അന്വേഷിക്കുകയാണ് അല്ലേ? കണ്ടുകിട്ടും വരെയും അന്വേഷിക്കാതിരിക്കുമോ? രണ്ടാമത്തെ സ്ത്രീ ദ്രഹ്മ, കണ്ടുകിട്ടും വരെയും അന്വേഷിക്കാതിരിക്കുമോ? അപ്പൻ ഓടി നടന്നില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും അപ്പൻ്റെ കണ്ണും മനസ്സും ഈ മകൻ്റെ പുറകെയാണ് അല്ലേ? പെർസീവിയറൻസ് ഇൻ സെർച്ചിങ്.
ആ സ്ത്രീയുടെ കാര്യം പറയുമ്പോഴാണ് കുറേ കൂടിയാണ് നല്ലത്. ഷീ ലൈറ്റഡ് എ ലാമ്പ് ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഷീ സെർച്ച് ടിൽ ഷീ ഫൗണ്ട്. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റഡ് എ ലാമ്പ് ഇൻ ദ ഡാർക്ക്നെസ്. പ്രിയ സ്നേഹിതരെ, ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. സമയം കഴിഞ്ഞുപോയി. ദൈവം വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ച വിളക്കുകളാണ് നമ്മുടെ കുട്ടികൾ. വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ചതാണ്. ഈ വിളക്ക് കത്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചേ, സ്വയം വന്ന് ചോദിക്കേ, ഈ വിളക്ക് ഞാൻ കത്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ കുട്ടികൾ 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവർ പറയും ഇനി ഹോസ്റ്റലിൽ പോകണം, ഇംഗ്ലണ്ടിൽ പോകണം. അപ്പോഴത്തേക്കും നമുക്കങ്ങ് വെപ്രാളമാണ്. എന്താ കാരണം എന്നറിയാവോ? അന്ധകാരം ഭരിക്കുന്ന ലോകത്തിലേക്ക് ഇന്നസെൻ്റായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് പോകുന്നത്. എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല. അതുകൊണ്ടാണ് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അമ്മമാരും അപ്പന്മാരും അവരുടെ ഹൃദയത്തിൻ്റെ ഇങ്ങനെ കടന്ന് പെടപ്പാണ്, വിളിക്കുകയാണ്. മോനെ ദിവസവും വിളിക്കും, മോളെ വിളിക്കും. വേണ്ടാടാ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരുന്നുള്ള ഭയമാണ്. ആ ദുഃഖം പോയാൽ പിന്നെ അപ്പനും അമ്മയല്ലെന്ന് എനിക്കറിയാം. അപ്പനും അമ്മയ്ക്കും ആ ദുഃഖം ഉണ്ടാവണം, അവരെക്കുറിച്ചുള്ള കരുതലുണ്ടാകണം, അത്യാവശ്യമാണ്. എന്നാൽ എൻ്റെ ചോദ്യം, നിങ്ങൾ എന്തിനു വെപ്രാളപ്പെടണം? കാരണം നിങ്ങളവരെ കത്തിച്ചിട്ടില്ല. നിങ്ങൾ അവർക്ക് യേശുവിനെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല. യേശുവുള്ള കുട്ടിയാണെങ്കിൽ അവന് ഏത് കാട്ടി പോകട്ടെ, ഇങ്ങനെ തിളങ്ങി നിൽക്കും. അവന് യാതൊരു സംശയമില്ല. മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. ചെയ്യാൻ സാധിക്കുമോ? സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന പ്രായമായ മാതാപിതാക്കൾ അവരെല്ലാവരും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. കാരണം മുട്ടയിൽ നിൽക്കുന്ന അപ്പനെയും തിരുവചനത്തിൻ്റെ മുൻപിലിരുന്ന് നെടുവീർപ്പിടുന്ന അമ്മയെയും കണ്ട് വളർന്നിട്ടുള്ളവരാണ്. ആണോ? മുട്ടയിൽ നിൽക്കുന്ന അമ്മയെയും തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നെടുവീർപ്പിടുന്ന അമ്മയെയും കണ്ട് വളർന്നിട്ടുള്ള നിങ്ങളുടെ മക്കൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? തമ്പുരാൻ്റെ സന്നിധിയിൽ മറുപടി പറയണം. മുട്ടയിൽ നിൽക്കുന്ന അമ്മയെ കാണാൻ സാധിക്കണം. എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നേ, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നും കൂടെ എനിക്കൊരു വിശ്വാസമുണ്ട്. ധൈര്യത്തോടെ സാക്ഷിക്കാനായിട്ട് സാധിക്കും. മുട്ടയിൽ നിന്ന് നെടുവേർപ്പെടുന്ന അമ്മയെ ഞാൻ കണ്ടു വളർന്നതാണ്. ഞങ്ങൾ 6 പിള്ളേരാണ്. 6 പിള്ളേർ 1 വയസ്സ് 2 വയസ്സ് വ്യത്യാസം. അവരിങ്ങനെ ഞങ്ങളൊക്കെ കിടന്ന് മുള്ളാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി മുട്ടവിളക്കം വെച്ച് ഇങ്ങനെ തലയെ തുണിയിട്ട് നെടുവീർപ്പിടുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ, ഈ അമ്മ എന്തിനാണ് ഇങ്ങനെ കിടന്ന് നെടുവീർപ്പിടുന്നത്? പിന്നെയും കിടന്നത് നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇത് തന്നെയാണ് കാഴ്ച. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്താണ് അമ്മയ്ക്ക് ഇത്ര പ്രശ്നം? ഞാൻ ചോദിച്ചിട്ടില്ലേ അമ്മയോട്? ഇതെൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ളും കാണുന്നൊരു ചിത്രമാണ്. ഇത് തലമുറകൾക്ക് കൈമാറുവാൻ പ്രിയരെ സാധിക്കണം. നമ്മെ ദൈവം ഏൽപ്പിച്ച വിളക്കുകൾ കത്തിക്കണം. കത്തിക്കാവുന്നിടത്തോളം കത്തിക്കണം. എവിടെയൊക്കെ കത്തിക്കാൻ പറ്റുമോ അതൊക്കെ കത്തിക്കണം, അല്ലേ? ഇനി 2, ക്ലെൻസിങ് ഇസ് നീഡഡ്, അല്ലേ? എന്താ ക്ലെൻസിങ് ഇസ് നീഡഡ് എന്ന് പറഞ്ഞു? ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ നിരാശരാക്കും. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ പലതും നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നാം നിരാശരായി തീരാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിരാശരാകും. എന്നാൽ അവർ ചെയ്തത് എന്താണ്? കണ്ടുകിട്ടും വരെയും അന്വേഷിക്കാതിരിക്കുമോ? അടിച്ചു വാരി വിളക്ക് കത്തിച്ച് കണ്ട് കിട്ടും വരെയും അന്വേഷിക്കും. യഹൂദന്മാരുടെ വീട് നമ്മുടെ പണ്ടത്തെ ചെറുപ്രായത്തിൽ ഒക്കെ ഉള്ള ചാണം മേഞ്ഞതാണ്, അല്ലേ? ഇതിനകത്തൊക്കെ പൊടിയുണ്ടാവും. അപ്പോൾ ഇതിനകത്താണ് പോയതെന്ന് ആ സ്ത്രീക്ക് അറിയാം. എങ്ങനെയെങ്കിലും അത് കിട്ടണം. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് വീണ്ടും, പക്ഷേ കിട്ടിയേ പറ്റൂ. ഡോണ്ട് ഗിവ് അപ്പ്. നമുക്ക് അത് എഴുതി തള്ളാൻ യാതൊരു അവകാശവുമില്ല. കിട്ടിയേ ഒക്കൂ, അത്രേ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഈ മദ്യപന്മാർ ആയ ആളുകളെ കഴിച്ച്, നമ്മുടെ പള്ളിയിൽ ഒരു മദ്യപാനുണ്ടെന്നിരിക്കട്ടെ, അപ്പോഴത്തേക്കും സാധാരണ ഇടവ മിഷ്യൻകാരാണ് നേതൃത്വം തരുന്നത്. ഇടവ മിഷ്യന്മാർ അച്ഛനോടൊന്ന് പറയും, അച്ഛാ നമ്മുടെ തോമാച്ചൻ വലിയ കള്ളുകുടിയനാണ്, അവൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമാണ്, ആ കൂടി അച്ഛാ എങ്ങനെയെങ്കിലും നമുക്കൊന്ന്. അപ്പോൾ
ഇടോ മിഷ്യക്കാരും അച്ഛനും കൂടെ പോവും. എപ്പോഴാണ് പോണേ? രാത്രിയിലാണ് പോണേ. നല്ല പൂസായിട്ടിരിക്കുന്ന സമയത്താണ് സാധാരണ കാണാൻ പോകുന്നത്. ഇവർ കാണുമ്പോഴത്തേക്കും, കാരണം ഈ മദ്യപാനികൾക്ക് അച്ഛന്മാരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്, നിങ്ങൾക്കില്ലാത്തതിനേക്കാൾ ബഹുമാനമാണ്. കാണുമ്പോഴത്തേക്ക് അച്ചോ എന്ന് പറഞ്ഞ് നിൽക്കും. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ ഉപദേശം തുടങ്ങും. എടാ തോമാച്ചാ, നീ ഇങ്ങനെയായി എങ്ങനെ ഇരിക്കും? നിൻ്റെ കുടുംബം ഇതാ കഷ്ടപ്പെടുകയല്ലേ, നിൻ്റെ മക്കൾ ഇതാ പ്രയാസപ്പെടുന്നു, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, നീ ഭാര്യയെ പ്രയാസപ്പെടുന്നു. അയ്യോ, ഞാനിനി കുടിക്കില്ല അച്ഛാ. ഒരു കൈ ഭാര്യയുടെ തലയിലും ഒരു കൈ മോൻ്റെ തലയിലും കൈ വെച്ചിട്ട് പറയും, ഇനി ഞാൻ കുടിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഇടവമിഷൻകാരെല്ലാവരും കൂടെ ഹല്ലേലൂയ സ്തോത്രം പറയും അല്ലേ. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ മനസ്സാന്തരപ്പെട്ടു. ഞാൻ ഇടവമിഷന്മാരെ കുറ്റം പറഞ്ഞതല്ല, വല്ലോ സ്വല്പം ആത്മീയതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ വളരെ സന്തോഷം. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അവൻ രക്ഷപ്പെട്ടു. എത്ര നേരം കുടിക്കാതിരിക്കും? അടുത്ത കൂടി വരെ. അപ്പോഴത്തേക്കും നമ്മളിവിടെ പറയും ചന്ദ്രഹാസങ്ങളൊക്കെ, അയ്യോ അവൻ മകൻ്റെ തലയെ കൈവച്ച് ഭാര്യയുടെ തലയെ കൈവച്ച് സത്യം ചെയ്തതാണ്, പിന്നെ അങ്ങനെ പിന്നെ അവന് ഇത് ചെയ്യാൻ പറ്റുമോ? ഭാര്യയുടെ തലയെ കൈവച്ച് ഭർത്താവിൻ്റെ മകൻ്റെ തലയെ കൈവച്ച് പറഞ്ഞു സത്യം ചെയ്തതല്ലേ. അച്ഛാ ഗുണം പിടിക്കാൻ പോകുന്നില്ല, എഴുതി തള്ളച്ച, അവനൊന്നും ഗുണം പിടിക്കത്തില്ല. ഹൗ ക്യാൻ യു ഗിവ് അപ്പ്? അതാ എൻ്റെ ചോദ്യം. നിനക്ക് എഴുതി തള്ളാൻ എന്താണ് അവകാശം? അവൻ ദൈവത്തിന് വിലയുള്ളവനാണ്. ദൈവത്തിന് വിലയുള്ളവനെ എഴുതി തള്ളുവാൻ നിനക്കെന്താണ് അവകാശം? കണ്ടുകിട്ടും വരെയും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ഒരു ദർശനമുള്ളവർക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റുള്ളൂ. സുവിശേഷ വേലയായി തീരണമെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാകണം. കണ്ടുകിട്ടും വരെയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്ന തമ്പുരാനെ നാം ഓർക്കും. സകലരും ആ ദൈവ തേജസ് വീണ്ടെടുക്കുന്നത് വരെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തമ്പുരാൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് നമ്മുടെ ഓർക്കുന്നത്. കണ്ടുകിട്ടും വരെയും അന്വേഷിക്കണം. എഴുതി തള്ളാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് യാതൊരു അവകാശമില്ല എഴുതി തള്ളാൻ. പലപ്പോഴും നമ്മൾ ഈ പള്ളിയുടെ 4 ചുമരിനകത്ത് ജീവിക്കുന്നവരാണ്. അതാണ് ക്രിസ്ത്യാനികളെക്കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം. പള്ളിയുടെ 4 ചുമരിനകത്ത് ജീവിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് എന്തേ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ലഭ്യമായ പുതുശക്തിയോടെ സേവിയാ സംഘത്തിൻ്റെ ഇടവമിഷൻ്റെയും ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പുതുശക്തിയോടെ ഇറങ്ങിത്തിരിക്കുന്നവർ എന്താകണം? അവർ സമൂഹത്തിൽ ആയിരിക്കണം അവൻ്റെ വേലസ്ഥലം. കർത്താവ് പറഞ്ഞു, നീ ജെറുസലേമിൽ തുടങ്ങടാ, നീ ജീവിക്കുന്നവർ തുടങ്ങാനാണ് പറഞ്ഞത്. നമുക്ക് ഭൂമിയുടെ അറ്റം വരെ സുവിശേഷ വേല ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ ജീവിക്കുന്നിടത്ത് സുവിശേഷ വേല ചെയ്യാൻ നമുക്കിഷ്ടമില്ല. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല? കർത്താവേ, ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ ആ വാർഡിൽ ഒറ്റ മദ്യപാനി ഉണ്ടാവില്ല. പറയാൻ പറ്റുമോ? അതിന് വല്ലതും ചെയ്യാൻ പറ്റും? നമുക്കിവിടെ പ്രഖ്യാപനമൊക്കെ നടത്താം. മദ്യവിമുക്ത ഭദ്രാസനം. അങ്ങനെയാണ് ഈ ഭദ്രാസനത്തിൻ്റെ പേരല്ലേ, മദ്യവിമുക്ത ഭദ്രാസനം എന്ന പേര്. അതുകൊണ്ട് ഇനിയിപ്പോൾ അകത്താരെയും മനസ്സാന്തരപ്പെടുത്തണ്ട, പുറത്തെങ്കിലും ചെയ്യണ്ടേ. അകത്ത് നാം വിമുക്തമാണെങ്കിൽ എത്ര മദ്യപന്മാരുള്ള വാർഡിലാണ് നാം ജീവിക്കുന്നത്? എന്തേ നമുക്കൊരു നേതൃത്വം കൊടുക്കാൻ സാധിക്കാത്തത്? കാരണം നമുക്കിതൊന്നും ഇല്ലെന്നേ. അതൊന്നും എൻ്റെ ആരും അല്ലല്ലോ. സരോജിനിയുടെ പുറത്തല്ലേ തല്ലുന്നവൻ? അതെൻ്റെ പെങ്ങളാണോ? അവളെൻ്റെ പെങ്ങളാണ് എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കർത്താവ് പറയുന്നു, നിനക്ക് സ്വല്പമെങ്കിലും ദൈവസ്നേഹമുണ്ടെങ്കിൽ, ഇത് ദൈവത്തിന് വിലയുള്ളവനാണ് അവനെന്ന് ചിന്ത നമ്മെ ഭരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ കണ്ടുകിട്ടും വരെയും അന്വേഷിക്കും. കിട്ടിയേ പറ്റൂ, അവൻ മാനസാന്തരപ്പെട്ടേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴേ സാധിക്കുകയുള്ളൂ. അത് കാരണം കൊണ്ട് നാം ആരെയും എഴുതി തള്ളരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കട്ടെ. ഇനി അവസാനത്തെ 4ാമത്തെ കോമൺ ഫാക്ടർ, റിജോയ്സിങ്. അവർ സന്തോഷിച്ചു അല്ലേ? എല്ലാത്തിനകത്തും പറയുന്നുണ്ട്. കണ്ടുകിട്ടിയപ്പോൾ ആരെ വിളിച്ചു?
കൂട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ കൂടെ വിളിച്ചിട്ട് സന്തോഷിച്ചു. എൻ്റെ ചോദ്യം, നമുക്കെന്തെങ്കിലും സന്തോഷിക്കാൻ വിഷയമുണ്ടോ? നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം എന്നാ? നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം പ്രമോഷൻ കിട്ടി, അല്ലെങ്കിൽ റബ്ബറിൻ്റെ വില കൂടി, അല്ലേ? ഇപ്പോൾ എല്ലാവരും താഴെയായിട്ടിരിക്കുക, റബ്ബറിന് താങ്ങുവില അതുപോലെ നിർത്തി. അപ്പോൾ നമുക്ക് സന്തോഷം കുറവാണ്. റബ്ബറിന് വില കൂടിയാൽ ഞങ്ങൾ സന്തോഷിക്കും, കാരണം കാശ് കിട്ടി, കാശുണ്ട്. ജോലിക്ക് പ്രമോഷൻ കിട്ടിയാലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യക്കുറി അടിച്ചു. അതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം. നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം എന്താകണമെന്നറിയാവോ? സ്വർഗം സന്തോഷിക്കുന്നതിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയമാകണം. സ്വർഗത്തിൻ്റെ സന്തോഷം എന്താണ്? പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുകയില്ലയോ? മതി. അത് അല്ലാതെ വേറെ എന്താ സന്തോഷിക്കാൻ വിഷയം? പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നത് എൻ്റെ സന്തോഷ വിഷയമാണ്. നാം ഓരോ കാര്യം എടുക്കുമ്പോഴും ദൈവമേ ഇത് സ്വർഗം സന്തോഷിക്കുമോ, എൻ്റെ തമ്പുരാൻ സന്തോഷിക്കുമോ എന്നുള്ള ചോദ്യം നാം ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറുപടി കിട്ടും. ഒരു ചിന്ത അതിനോടൊപ്പം, സാധാരണ നമ്മുടെ വീട്ടിൽ ദുഃഖമുണ്ടാകുമ്പോൾ ക്ഷണിക്കാതെ ആളെ കിട്ടും, ഇല്ലേ? ദുഃഖം, ഒരാൾ മരിച്ചു, ഒരു ആക്സിഡൻ്റ് ആയി, എന്ത് പെട്ടെന്ന് ലോകം മുഴുവൻ അറിയുന്നത്, എല്ലാവരും ഓടിക്കൂടുക വരും. എൻ്റെ ചോദ്യം, നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായാൽ ക്ഷണിക്കാതെ ആളെ കിട്ടുമോ? മകനൊരു ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വിചാരിച്ചോട്ടെ, സന്തോഷിക്കാൻ ആളെ കിട്ടുമോ? ക്ഷണിക്കാതെ ആളെ കിട്ടുമോ? കിട്ടില്ല. നമ്മൾ പറയും എന്താ കാര്യം? അസൂയണ്ടെന്ന് പറയും. ആരുടെ അസൂയ? കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അയൽക്കാരത്തിയുടെ എൻ്റെ വീട്ടിൽ അവൾക്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയതാ, അപ്പോൾ നമ്മൾ സന്തോഷിച്ചതല്ലെന്നേ, പിറുപിറുത്തോണ്ടിരുന്നതാണെന്നേ. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ വീട്ടിൽ സന്തോഷത്തിന് ആളെ കിട്ടും? അല്ലേ, കിട്ടുമോ? കിട്ടില്ല. നമ്മുടെ വീട്ടിൽ സന്തോഷത്തിന് ആളെ കിട്ടണമെങ്കിൽ മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ ആളെ കിട്ടത്തില്ല. അപ്പോൾ മാനസാന്തരം വേണ്ടത് നമുക്കാണ്, അവൾക്കല്ല, അയൽക്കാർക്കല്ല, നമുക്കാണ് മാനസാന്തരം വേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, ട്രാൻസ്ഫോംഡ് മാൻ ഈസ് ദ ജോയ് ഓഫ് ഹെവൻ. മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം. പ്രിയ സ്നേഹിതരെ, നമുക്കത് സന്തോഷിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരു സന്തോഷ വിഷയം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കണം, വളരെ കൃത്യമായി നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞു, ദുഃഖത്തിൽ സന്തോഷിച്ചാൽ പോരാ, സന്തോഷിക്കാൻ ദുഃഖത്തിൽ അവരോടൊപ്പം ദുഃഖിക്കുകയല്ല, സന്തോഷത്തിൽ അവരോടൊപ്പം സന്തോഷിക്കുക. നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം സ്വർഗമാകണം. സ്വർഗം എന്ന് പറയുന്നു എന്നുള്ളതാകണം. ചർച്ച് ഈസ് ഓൾവേസ് എ മിഷനറി ചർച്ച് ആവണം. സഭ എപ്പോഴും ദൗത്യ നിർവഹണ സഭയാണ്. മിഷനറി ചർച്ച് ആവാൻ വിളിക്കപ്പെട്ടതാണ് സഭ. അതാണ് കർത്താവ് പറഞ്ഞത്, യു വിൽ ബി ദ ഫിഷേഴ്സ് ഓഫ് മാൻ. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. മനുഷ്യരെ പിടിക്കാൻ വിളിച്ചാക്കിയ നമ്മളിപ്പോൾ എന്താണ്? നമ്മളിന്ന് അക്വേറിയൻ ക്യൂറേറ്റേഴ്സാണ്. അക്വേറിയത്തിനകത്ത് കുറേ മീനുണ്ട്. ആ മീനിന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കാലത്ത് ഇത്തിരി തീറ്റ ഇട്ട് കൊടുക്കും, അല്ലേ? പിന്നെ ഇടയ്ക്ക് ഓക്സിജൻ ഇത്തിരി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യും, അല്ലേ? അക്വേറിയം ഇടയ്ക്ക് ക്ലീൻ ചെയ്യും. അപ്പോൾ രണ്ട് മീൻ ചാവും. രണ്ട് മീൻ ചാവുമ്പോൾ അതിനെ പിടിച്ച് കുഴിച്ചിടും. ഞങ്ങളുടെ പണി ഇതാണ്. ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും പണി ഇത് തന്നെയാണ്. ഏതാണ്? വി ആർ ഓൺലി അക്വേറിയൻ ക്യൂറേറ്റേഴ്സ്. വി ആർ കോൾഡ് ടു ബി ഫിഷേഴ്സ് ഓഫ് മാൻ. മനുഷ്യനെ പിടിക്കുവാൻ വിളിക്കാക്കിയവൻ ഇന്ന് അക്വേറിയൻ ക്യൂറേറ്റേഴ്സായിട്ട് അധപതിച്ചിരിക്കുന്നു. ഇത് സ്വർഗത്തിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോകുക എന്ന് പറഞ്ഞ് ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടതാണ്. ആയിരിക്കേണ്ട വിധത്തിൽ ആയിരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടതാണ്. എങ്കിൽ നാം നഷ്ടപ്പെട്ടവരാണോ?
നഷ്ടപ്പെട്ട ദൈവ തേജസ് ക്രിസ്തുയേശുവിൽ ദൈവം നമുക്ക് തിരിച്ചു നൽകിയിരിക്കുമെങ്കിൽ അത് നമ്മുടേതാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവനാണ്. 2, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഞാൻ ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരിക്കുന്നു എന്ന് ഉറപ്പില്ല എങ്കിൽ യു ആർ എ ലോസ്റ്റ് വൺ. നീ ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരിക്കണം, അവിടെ തന്നെയാകാനേ പറ്റുള്ളൂ. 2, നഷ്ടത്തിൽ ദുഃഖിക്കുന്ന ഉടയവൻ, ആ ഉടയവൻ്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നഷ്ടത്തെ കാണണമെങ്കിൽ യേശുവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി. ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് നോക്കിയാൽ മതി, ചുറ്റുമുള്ളതിലേക്ക് നോക്കിയാൽ മതി. ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തതിനെ കാണാനൊരു പ്രയാസവും ഇല്ല. അത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം കിടന്ന് പിടയ്ക്കണം. അയ്യോ ദൈവമേ, നിൻ്റെ സാദൃശ്യം സൃഷ്ടിച്ചവൻ ദൈവമേ, ഇരിക്കേണ്ടിടത്ത് ഇരിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. അത് നമ്മെ വേദനിപ്പിക്കണം. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി തീരുമ്പോൾ വി വിൽ ലൈറ്റ് എ ലാമ്പ് ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് വി വിൽ സെർച്ച് ടിൽ വി ഫൗണ്ട്. കണ്ടുകിട്ടും വരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അല്ലേ? ആയിരിക്കും. ദൈവത്തിന് വിലയുള്ള നമുക്ക് വിലയുള്ളതാകണം. കണ്ടുകിട്ടും വരെയും അന്വേഷിക്കുന്നവരാകണം. അപ്പോൾ മാത്രമാണത് കാണുക. കണ്ടുകിട്ടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതിൽ സന്തോഷിക്കണം. വി മസ്റ്റ് റിജോയ്സ്. സ്വർഗം, ട്രാൻസ്ഫോംഡ് മാൻ ഈസ് ദ ജോയ് ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ സന്തോഷം അതാണെങ്കിൽ അത് തന്നെ നമ്മുടെ സന്തോഷമായി തീരണം. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കൺവെൻഷൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് തൻ്റെ ദാസനിലൂടെ വളരെ കൃത്യമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൻ്റെ പുതുക്കത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും മുഖാന്തരമായി പള്ളികളുടെ 4 ചുമരുകൾക്ക് അപ്പുറമായി ഇറങ്ങിത്തിരിക്കുവാൻ സാധിക്കുകയും നഷ്ടപ്പെട്ടവരെ ചുറ്റുപാടും കാണുകയും ചെയ്താൽ കണ്ടുകിട്ടും വരെയും അന്വേഷിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നത് കാണുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് സാധിക്കണം. എനിക്ക് ഇതിനവസരം തന്ന പ്രിയ തിരുമേനിയോടും പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അവിടുത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടല്ലോ മനുഷ്യപുത്രൻ വന്നത്. തമ്പുരാൻ ഈ ദൗത്യം നമ്മെ ഏൽപ്പിക്കുന്നു. കണ്ടുകെട്ടും വരെയും അന്വേഷിക്കുവാൻ കർത്താവേ, ഈ ജനത്തെ നീ അസ്വസ്ഥരാക്കണമേ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.